പുല്ലുകുളങ്ങര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു. ഭക്തജന കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെയാണ് അനുമോദിച്ചത്. പുല്ലുകുളങ്ങര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മ പുല്ലുകുളങ്ങര 1058 നമ്പർ NSS കരയോഗത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. ഇപ്പോൾ +2 വരെ കഴിഞ്ഞിരിക്കുന്ന ഈ കുട്ടികൾ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ യോഗത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരിക്കലും നമ്മളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം നിന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് പോയി പഠിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. കൂടുതലും നിങ്ങൾ അപരിചിതമായ ഒരു മേഖലയിലേക്ക്, പുതിയ കൂട്ടുകാരിലേക്ക്, പുതിയ ലോകത്തിലേക്ക്, പുതിയ അധ്യാപകരിലേക്ക്, പുതിയ സംസ്കാരത്തിലേക്ക് ചെന്ന് വിദ്യാഭ്യാസം നേടുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല വിജയത്തോടൊപ്പം നന്മയോടൊപ്പം അവിടെ പതിയിരിക്കുന്ന ഒരു അപകടം കൂടിയുണ്ട്. അതും കൂടി മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് വർത്തമാനകാലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ, ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ, നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തികൾ ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ 3 വയസ്സ് വരെ നമ്മുടെ ഓരത്ത് വെച്ചുകൊണ്ട് അമ്മിഞ്ഞ പാല് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് അംഗനവാടികളിലേക്ക് വിടുകയും അവിടുന്ന് സ്കൂളുകളിലേക്കും വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജോലികൾ തീർന്നു എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ രക്ഷകർത്താക്കളുടെ ഒരു മനോഭാവം. അപ്പം നന്നായി പഠിച്ച് നല്ല മാർക്കോടുകൂടി വിജയം കൈവരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റൂ. അതല്ലാതെ നമ്മുടെ കയ്യിൽ പണം കൊടുത്ത് വാങ്ങാം എന്ന് പറയുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പം നഴ്സിങ്ങിന് BSc നഴ്സിംഗ് 93% മേലിൽ മാർക്കുള്ള കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം പണം കൊടുത്ത് വാങ്ങാൻ കഴിയത്തില്ലെന്ന്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെയാണ് അനുമോദിച്ചത്. പ്രസിഡന്റ് ശ്രുതി വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി കൃഷ്ണ സഞ്ജീവ് സ്വാഗതം പറഞ്ഞു. കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഉദ്ഘാടനം നിർവഹിച്ചു. കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ NSS കരയോഗം മെമ്പർ അയ്യപ്പൻ പിള്ള, കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി P പ്രദീപ്ലാൽ, ചടങ്ങിന്റെ അധ്യക്ഷ ശ്രുതി വിനോദ്, കൃഷ്ണ സഞ്ജീവ്, ആശാ ശ്രീകുമാർ, സിന്ധു രഘുനന്ദൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് പരിപാടിക്ക് തുടക്കം കുറിച്ചു. BTech, MBA, BA, +2, SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ദേവദേവൻ, ആദിത്യ, ചന്ദന സജി, അർച്ചന, അഞ്ജന, ദേവിക, ആവണി, അതുൽനാഥ്, ഗൗതം, ശില്പ, സൂര്യകിരൺ, മഹാലക്ഷ്മി എന്നീ വിദ്യാർത്ഥികളെയാണ് മൊമന്റോ നൽകി അനുമോദിച്ചത്. മൂലശ്ശേരി ക്ഷേത്ര ഭരണസമിതി മുൻ പ്രസിഡന്റും കൂട്ടായ്മയിലെ അംഗവുമായ സതീശൻ ആശംസാ പ്രസംഗം നടത്തി. വൈസ് പ്രസിഡന്റ് സിന്ധു രഘുനന്ദൻ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.